അങ്ങനെ നമ്മളെല്ലാവരും പരിപാടി നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബലമായ സംശയം റെഡ്മി നോട്ട് 15 കാണിക്കാനാണോ എന്ന്. അത് കാണാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. നമ്മളെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇവൻറ്റിൻ്റെ ടീഷർട്ടും ഉണ്ട്, ഐ ഡി കാർഡും ഉണ്ട്. ഇത് വേണ്ട, ഇവിടെയാണ് രജിസ്ട്രേഷൻ. ഐ ഡി കാർഡ് തരുന്നു, അതെല്ലാം തരുന്നുണ്ട്. വിചാരിച്ച പോലെ തന്നെ ടീഷർട്ടും പിന്നെ ഐ ഡി കാർഡ്. എൻ്റെ ബലമായ സംശയം റെഡ്മി നോട്ട് 15 ആണോ? കൺമുന്നിൽ തന്നെ ഉണ്ട്. നമുക്കെന്നാ മാറ്റിയിട്ട് വരാം. ഓക്കെ, ഇതാ റെഡ്മി നോട്ട് 15. ഞാൻ പറഞ്ഞില്ലേ കാണിച്ചതേ. ഇത്ര ആൾക്കാരെങ്കിലും പരിപാടി. എക്സൈറ്റഡ് മാൻ. നീ പരിപാടി തുടങ്ങട്ടെ. ഫസ്റ്റിൽ ആദ്യമായിട്ടാണ് ഒരു ലോഞ്ച് ഇവന്റ് വരുന്നത്. Ladies and gentlemen, you are not ready for this. ना दे दिल परदेसी नू तैनू नित दा रोना पै जाऊगा. ना दे दिल परदेसी नू तैनू नित दा रोना पै जाऊगा. नाल रंजेटे जोगी दे तैनू जोगन होना पै जाऊगा. Get ready. I'm a king, but I pop, I'm a saint. They call me a bad man, that's a fucking good thing. Mama said, I'm proud when they make your heads rain. Father, forgive me, I can't forgive them. You know my history, know what I did then. Know what I do now, a whole lot worse. Heavy is the അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഷവമീൻ്റെ ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ്. നൗ ഐ ഫീൽ ലൈക്ക് എല്ലാ ഇവൻറ്റും ലൈക്ക് ഇങ്ങനെ എല്ലാ ഫോൺ ഇവൻറ്റ്സ് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രസം. ഇങ്ങനെ പുതിയ ഫോണ് ട്രൈ ചെയ്യുക. ലൈക്ക് ഇറ്റ്സ് സോ എന്താ പറയുക, ഇറ്റ്സ് സോ ഒരു ന്യൂ ഫീലിംഗ്. അത് നമ്മൾ ഇങ്ങനെ ലീക്ക് കാണുന്നു, സ്പെക്ക് ലീക്ക് കാണുന്നു, ഇന്ന അത്ര ബാറ്ററി, ഇന്ന ഡിസ്പ്ലേ, ഇന്ന ക്യാമറ, അത് ഇതെന്നെല്ലാം കാണുമ്പോൾ അതെന്നിട്ട് നേരിട്ട് ഇത് ഫീൽ ചെയ്യുമ്പോൾ, നേരിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. അത് നല്ലൊരു ഫീലാണ്. ലൈക്ക് ഫ്ലാഗ്ഷിപ്പ് ആയാലും മിഡ് റേഞ്ച് ആയാലും ബഡ്ജറ്റ് ആയാലും എവറി ഫോൺ ഈസ് സ്പെഷ്യൽ. ആൻഡ് എവറി ഈവൻറ്റ് when they call us, it feels so special. It means a lot. പിന്നെ ഇവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാം അടിപൊളി ആൾക്കാർ. I'm speechless actually. Like I'm so happy right now that I even got a chance to be a part of the Redmi Note 15 pre-launch event. Launch January 6th 2026 ഇവൻറ്റ്. അപ്പോൾ അതിന് മുന്നേ ഫോൺ ഉപയോഗിച്ചു. I mean, it's so good. It feels so good. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയി ഞാൻ നേരത്തെ എൻ്റേതായിരുന്നു, പക്ഷേ വ്ലോഗ് എൻ്റെ ചെയ്തതായിരുന്നു. പക്ഷേ ഇതൊന്ന് പറയണമെന്ന് തോന്നി. It felt so good. It still feels so good. And yeah,
താങ്ക്സ് ടു ഷവമി ഫാൻസ് ക്ലബ് ബാംഗ്ലൂർ, ഷവമി ക്രിയേറ്റേഴ്സ് സർക്കിൾ, ആൻഡ് every person in Xiaomi who made this event successful. And ഇനിയും ഇങ്ങനത്തെ ഇവൻറ്റ്സ് കൂടാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. അപ്പോൾ അത് വെച്ച് ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് ചെയ്യണം. ഇനി എന്തൊക്കെയാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അൺപ്രഡിക്റ്റബിളാണ് ലൈഫ്. ഇങ്ങനെ ഇത് ജസ്റ്റ് ഞാനിങ്ങനെ ടെലഗ്രാമിൽ ഇതെങ്ങനെ കണ്ടുപിടി ഈ ഷവമി ഫാൻസ് ക്ലബ് എങ്ങനെ കണ്ടുകിട്ടിയെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ വാക്യൂം ക്ലീനറുണ്ട് ഷവമീൻ്റെ. അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡിറ്റിൽ വെറുതെ നോക്കി ആർക്കെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ. അപ്പോൾ ഞാൻ റെഡിറ്റിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഷവമീൻ്റെ ഒരു ഇതുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അവിടെ ചോദിച്ചാൽ മതി, ഷവമി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ ഒരാൾ പ്രൊഫൈൽ കണ്ട്, പിന്നെ കണ്ടപ്പോൾ ഷവമി ഫാൻസ് ക്ലബ്ബ് എന്ന് കണ്ട്. പിന്നെ അപ്പോൾ ഷവമി ഫാൻസ് ക്ലബ്ബ് ഉണ്ടെങ്കിൽ അതെന്തായാലും ബാംഗ്ലൂരിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഇതാ കിടക്കുന്നത് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പ്. അപ്പാടും ജോയിൻ ചെയ്തതിൻ്റെ 2 ആഴ്ചക്കുള്ളിൽ ഒരു മീറ്റ് വന്ന്, ഏത് റെഡ്മി 15C അത് ലോഞ്ച് ആയതിന് ശേഷമാണ് അതിൻ്റെ എക്സ്പീരിയൻസ് മീറ്റ് ഉണ്ടായത്. അന്നേരം എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഷവമിയിലെ അത്യാവശ്യം നല്ല ഹോൾഡുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ലല്ലോ. അന്ന് തന്നെ ഞാൻ കീർത്തനെ കണ്ടിന്, പിന്നെ ആസിഫ് എന്ന് പറഞ്ഞ ചങ്ങയുണ്ട്, അയാളെയും കണ്ടായിരുന്നു. ഇത് രണ്ടിനും ഞാൻ അന്നും കണ്ടിരുന്നു, ഇന്നും കണ്ടു. അപ്പോൾ എന്താ പറയാ, ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. if I mean to say, it's one of the, this is my first pre-launch event of a phone, and this marks my second event of Xiaomi, and I hope bye. And I hope it continues, and I hope it continues. ഇങ്ങനെ പോകെ എല്ലാ കമ്പനികളുടെയും ലോഞ്ച് ഇവൻറ്റ് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് ദിസ് ബി ദ മാർക്ക്. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.